നമസ്കാരം, മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പാലോളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ടംപററി മിക്സഡ് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്ക് നോക്കാം A to Z വിശേഷങ്ങൾ. ഈ വീട് എങ്ങനെയാണ് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത രീതിയിലാണ് കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ പേര് വരുന്നത് ആദംസ് എന്നാണ്. ഒരു ടെറാക്കോട്ട ബ്രിക്ക് വർക്കിൻ്റെ ടെക്സ്ചർ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇത് ശരിക്കുള്ള ബ്രിക്ക് വർക്കല്ല, ടെക്സ്ചർ പെയിൻറ്റിൽ ആ പാറ്റേണിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. കോമ്പൗണ്ട് വാളിൻ്റെ എക്സ്റ്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിലും ഈ ഒരു ടെക്സ്ചർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഗ്രൂപ്പ് പാറ്റേണുകൾ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ടെക്സ്ചർ പാറ്റേണുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പെർഫറേറ്റഡ് ഷീറ്റുകൾ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. മൊത്തത്തിലുള്ള ഈ ഒരു ഡിസൈൻ വർക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ ഷീറ്റ് വർക്ക് കൂടെ വന്ന സമയത്ത് അത് കൂടുതൽ നല്ല ഭംഗിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് കോബിൾ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് നാച്ചുറൽ ബാംഗ്ലൂർ സ്റ്റോണുകളാണ്. അതിനിടയിൽ കൂടെ കോബിൾ സ്റ്റോണിൻ്റെ ഒരു സ്ട്രിപ്പ് കൂടെ നീളത്തിൽ നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഗേറ്റിൻ്റെ മെറ്റീരിയൽസ് പറയുകയാണെങ്കിൽ GI പൈപ്പും HPL ഷീറ്റുമാണ് ഗേറ്റ് പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. HPL ഷീറ്റിൻ്റെ തന്നെ ഒരു വുഡൻ ഫിനിഷും ഇതേപോലൊരു സിമൻറ്റ് ഗ്രേ ടെക്സ്ചർ ഫിനിഷുമാണ് ഗേറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിലേക്ക് വരികയാണെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. വലിയൊരു മുറ്റം ഉണ്ടെങ്കിൽ തന്നെ വീടിൻ്റെ ലുക്ക് ഏത് രീതിയിൽ മാറുമെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീട്ടിൽ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നാച്ചുറൽ ബഫല്ലോ ഗ്രാസാണ് നൽകിയിരിക്കുന്നത്. മുറ്റത്ത് തന്നെ 2 മാവ് വന്നിട്ടുണ്ട്. മാവൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ഭാഗം ഇതേപോലെ കോബിൾ സ്റ്റോൺ ഇട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. മുറ്റത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന GI പൈപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന കാർ പോർച്ചാണ് ഈ ഒരു വീട്ടിലും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പില്ലറിലേക്കൊക്കെ വരികയാണെങ്കിൽ കുത്തനെയുള്ള പില്ലറിന് പകരം ചെരിഞ്ഞു നിൽക്കുന്ന 3 കാലുകളാണ് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിലും അതേപോലെ 3 സപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു. സീലിംഗിലേക്ക് നോക്കുന്ന സമയത്ത് WPC ലൂവറുകളാണ് നൽകിയിട്ടുള്ളത്. അതിനിടയിൽ കൂടെ പ്രൊഫൈൽ ലൈറ്റുകൾ കൂടെ നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 7 മീറ്ററോളം നീളം വരുന്നുണ്ട്. 5 മീറ്ററോളം വീതിയും വരുന്ന രീതിയിലാണ് ഈ ഒരു കാർ പോർച്ചിന് സൈസ് നൽകിയിട്ടുള്ളത്. കാർ പോർച്ചിലേക്ക് കയറി വരുന്ന ഭാഗത്ത് അല്പം ഒരു ചരിവുണ്ട്. ഈ ഭാഗത്തെല്ലാം നൽകിയിരിക്കുന്നത് കോബിൾ സ്റ്റോൺ ആണ്. അതായത് ഗ്രിപ്പ് വേണ്ട സ്ഥലങ്ങളിലെല്ലാം ഈ വീട്ടിൽ കോബിൾ സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത്. മുറ്റത്തിൻ്റെ 2 ഭാഗത്തും സോഫ്റ്റ് സ്കേപ്പായിട്ട് നാച്ചുറൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത്. അത് ഈ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ആംബിയൻസ് വർദ്ധിപ്പിക്കുന്നതിൽ നാച്ചുറൽ ഗ്രാസ് നൽകിയിരിക്കുന്നത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു പനമരമൊക്കെ ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ. ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അധികം സമയങ്ങളായിട്ടില്ല. നമുക്ക് നോക്കാം ഈ വീട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. എലവേഷൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്ന വലിയ പില്ലറുകളും ഓപ്പൺ ബാൽക്കണി, വലിയ സൈസുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഓപ്പൺ ബാൽക്കണിയാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. മാത്രമല്ല എലവേഷൻ്റെ ഏറ്റവും മുകളിൽ 2 പിച്ച്ഡ് റൂഫുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സെറാമിക് ഓടുകളാണ് നൽകിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ എലവേഷൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. വളരെ ഭംഗിയുള്ള ഒരു കളർ തീമാണ് വീടിന് നൽകിയിരിക്കുന്നത്. വൈറ്റും ഒരു ലാവൻഡർ ടോണുമാണ് ഈ വീടിൻ്റെ എലവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പില്ലറുകളെല്ലാം ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു വുഡൻ ബോർഡർ നൽകിയിട്ടുണ്ട്. ഇതേ പാറ്റേൺ തന്നെ ഈ ഭാഗത്തൊരു ഷോവാളായിട്ടും ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്സ്റ്റെയർത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലൊരു ടെക്സ്ചർ പെയിൻറ്റ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു അപ്പ് ഡൗൺ ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. വിൻഡോയുടെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈ വീടിന് വിൻഡോസിന് നൽകിയിട്ടുള്ളത്. 2 മീറ്റർ നീളവും 1.80 ഹൈറ്റും വരുന്ന വിൻഡോസാണ് ഇവിടെ നൽകിയിട്ടുള്ളതെങ്കിലും ഇതിൽ ഡോറുകൾ വരുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുകളിലേക്ക് ലിഫ്റ്റപ്പ് ചെയ്ത് ഓപ്പൺ ആക്കുന്നതാണ്. ഇതും മുകളിലേക്കാണ്. എന്നാൽ ഇത് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇത് രണ്ടും സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്നതാണ്. അതേപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് വിൻഡോസിന് നൽകിയിട്ടുള്ളത്. ഗ്ലാസ് ആയിട്ട് ക്ലിയർ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ പൈപ്പുകളാണ് വിൻഡോസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയ വീടുകളിലൊക്കെ ഈ ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. മുമ്പുള്ളതുപോലെ വിൻഡോസിൽ ഒരുപാട് വർക്കൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണുകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്.
സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് വീതി കൂടിയ രീതിയിലാണ്. ലെപ്പോത്ര ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. രണ്ടാമതൊരു നോർമൽ സ്റ്റെപ്പ് വരുന്നു. പിന്നെ കയറി വരുന്നത് എൽ ഷേപ്പിൽ വരുന്ന ഒരു സിറ്റ് ഔട്ടിലേക്കാണ്. എൽ ഷേപ്പ് സിറ്റ് ഔട്ട് ആവുന്ന സമയത്ത് നമുക്ക് അകത്തേക്ക് കയറി പോകണമെങ്കിൽ ഡയറക്റ്റ് കയറി പോവാം. ഇനി സിറ്റ് ഔട്ടിൽ നമ്മുടെ ഗസ്റ്റുകൾ ഇരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തും ഈ ഭാഗത്തും നമുക്ക് ഗസ്റ്റുകളെ ഇരുത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ സീലിംഗ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഒരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ജിപ്സം യൂസ് ചെയ്തിട്ടുണ്ട്, പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടുണ്ട്, വെനീർ ലാമിനേഷനും യൂസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു BLDC ഫാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ എൽ ഷേപ്പ് ഭാഗം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം ഒരു 2.25 മീറ്റർ വീതി ഈ ഭാഗത്ത് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ ഇപ്പം നൽകിയിരിക്കുന്നത് 2 ചെയറുകളാണ്. ഇമ്പോർട്ടഡ് ടൈപ്പ് ചെയറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വുഡൻ ചെയേഴ്സാണ്. അതേപോലെ ഒരു കോഫി ടേബിളും അതിന് ചേരുന്ന രീതിയിലുള്ള ഒരു വുഡൻ കോഫി ടേബിളുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈൻ, സിമ്പിളായിട്ടാണ് ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് ഇതിൻ്റെ പുൾ ഹാൻഡിലാണ്. വലിയൊരു ലെങ്തി ആയിട്ടുള്ള പുൾ ഹാൻഡിലാണ് ഈ വീട്ടിന് നൽകിയിട്ടുള്ളത്. ഡബിൾ ഡോർ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മദർ ആൻഡ് സൺ കോമ്പിനേഷനിൽ ഒരു വലിയ ഡോറും ഒരു ചെറിയ ഡോറുമാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ ഫോയർ സ്പേസ് നേരെ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഹാൾ സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇടത് ഭാഗത്താണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ എങ്ങനെയാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് നോക്കാം. കയറി വരുന്ന ഭാഗത്ത് തന്നെ പ്ലൈവുഡ് ഉപയോഗിച്ച് ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. അതിൽ വെനീറാണ് നൽകിയിരിക്കുന്നത്. 3 ലൈറ്റുകൾ മുകൾ ഭാഗത്ത് നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിലാണ് ഫോർമൽ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. 3.90 ഇവിടെ നീളം വരുന്നത്, 3.60 വീതി വരുന്നത്. 2 സോഫ സെറ്റുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അവിടെ 2 പേർക്കിരിക്കാം, ഇവിടെ 3 പേർക്കിരിക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു റിക്ലൈനർ ചെയർ ഇവിടെ നൽകിയിട്ടുണ്ട്. കോഫി ടേബിളിൻ്റെയൊക്കെ ഡിസൈന് വളരെ ഭംഗിയുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഇൻറ്റീരിയറിനോട് മാച്ച് ആവുന്ന ഒരു റഗ്ഗാണ്, ഒരു കാർപ്പറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ലെതർ ഫിനിഷ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ടെക്സ്ചർ പെയിൻറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മെറ്റൽ ആർട്ടുകൾ നൽകിയിരിക്കുന്നു, വാൾ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ഈ ഒരു ഏരിയ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് TV യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ നൽകിയിരിക്കുന്നത് WPC ലൂവറാണ്. നല്ല ഭംഗിയുള്ള ഒരു WPC ലൂവറാണ് ബാക്കിൽ നൽകിയിട്ടുള്ളത്. മാറ്റ് ഫിനിഷാണ് അത് നൽകിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ പ്ലൈവുഡ് കൊണ്ട് പാനൽ ചെയ്തിട്ട് അതിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡിസൈനർ മൈക്ക എന്നാണ് ഇത്തരത്തിലുള്ള മൈക്കകളെ പറയുക. ഇതും മാറ്റ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. തൊട്ട് താഴെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. അത് വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ കുറച്ച് ഗ്ലോസി ലാമിനേഷനായിട്ട് വരുന്ന മൈക്കയാണ് നൽകിയിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഷോ കേസ് നൽകിയിരിക്കുന്നു. ഷോ പീസസും ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഈ വീടിന് ലഭിക്കുന്നത്. ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആവുന്നത് ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റാണ്. ബബിൾസ് പോലെയുള്ള വലിയൊരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനകത്ത് തന്നെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നല്ലൊരു ഫീലാണ് ആ ഒരു ലൈറ്റ് നൽകുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ എലഗൻ്റ് ആയിട്ടുള്ള വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു സീലിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വുഡൻ ബോർഡറുകൾ നൽകിയിരിക്കുന്നു. അതിനകത്ത് വൈറ്റ് ജിപ്സമാണ് സീലിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ LED റൗണ്ട് ലൈറ്റുകളും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ്ങിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമൽ ലിവിങ് സ്പേസിലേക്ക് വിസിബിലിറ്റി ഉള്ള രീതിയിൽ അപ്പർ ലിവിങ്ങിലൊക്കെ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ പോകുമ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ടേബിളും ചെയറുകളും എല്ലാം നമ്മളൊരു സെറ്റായിട്ട് തന്നെ പർച്ചേസ് ചെയ്ത് എടുക്കുന്നതാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ബേസിൻ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. വളരെ വെറൈറ്റി ആയിട്ടാണ് വാഷ് ബേസിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. ഏറ്റവും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ബാക്കിൽ നൽകിയിട്ടുള്ള ഈ ബാക്ക് വാളാണ്. ഇതൊരു തരത്തിലുള്ള ക്ലേ ബ്രിക്കാണ്. ടെറാക്കോട്ട ഫിനിഷിൽ വരുന്ന ക്ലേ ബ്രിക്കാണ് ഇത്. ടൈൽ ഒട്ടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭിത്തിയിലേക്ക് ഗം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാധനം ഒട്ടിച്ചു വെക്കുന്നത്. ഇതിൻ്റെ 2 ഭാഗത്തും ഗോൾഡൻ ബീഡിങ് നൽകിയിട്ടുണ്ട്.
ആ ഒരു ഗോൾഡൻ ഫിനിഷിലേക്ക് മാച്ച് ആവുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിലൊരു ബബിളും നൽകിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നതൊക്കെ ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ടൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത്രയും തിക്നെസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. 45 ഡിഗ്രിയിൽ ടൈൽ ഒട്ടിച്ചിട്ടാണ് ഈ ഒരു തിക്നെസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ വാനിറ്റി കൗണ്ടർ എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. കോളറിൻ്റെ ഗോൾഡൻ ഫിനിഷിൽ വരുന്നൊരു ടാപ്പാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു പാറ്റിയോ സ്പേസ് നൽകിയിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്ന ഭാഗത്ത് നൽകിയിരിക്കുന്നത് UPVC വിൻഡോസ് ആണ്. ഗ്ലാസ് ആയിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടഫൻഡ് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രില്ലോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ടഫൻഡ് ഗ്ലാസ് ആണ് ഇവിടെ സേഫ്റ്റി നമുക്ക് നൽകുന്നത്. പാറ്റിയോൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഷോവാളാണ്. ബ്രിക്ക് ക്ലാഡിംഗ് ഒക്കെ നൽകിയിട്ടുള്ള നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോവാളാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇതേപോലെ റിങ് നൽകിയിട്ട് അവിടെ ഇരിക്കാനുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം നൽകിയിരിക്കുന്നു. GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് GI പൈപ്പിൽ തന്നെ ഒരു ഗ്രില്ല് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൻ്റെ പീസുകൾ ഒട്ടിച്ചിട്ടാണ് ഈ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന GI പൈപ്പാണ് രണ്ട് ഭാഗത്തും കാണുന്നത് 12 mm മൾട്ടിവുഡാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ടെറാക്കോട്ട ക്ലാഡിംഗ് ബ്രിക്കുകൾ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഷോവാൾ ഇതാ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഫൈബറിൻ്റെ 2 ചെയറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫ്ലോറിങ്ങിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടൈൽ ഫ്ലോറിംഗ് ആണ്. എന്നാൽ തന്നെ അതൊരു വുഡൻ ഫിനിഷ് കിട്ടുന്ന രീതിയിലുള്ള ടൈൽ ഫ്ലോറിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പോളി കാർബണേറ്റ് ഷീറ്റാണ് റൂഫിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. GIയിൽ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പോളി കാർബണേറ്റ് ഷീറ്റാണ് നൽകിയിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ചെയ്യുന്ന റൂഫ് കോൺക്രീറ്റിന് പുറമെ ഇതേപോലെ ജിപ്സം സീലിംഗ് അഡീഷണലായിട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയാസിൽ നമ്മൾ കാണാറുണ്ട്. എന്നാലും ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സാണ്. നമ്മൾ സീലിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആംബിയൻസിൽ വരുന്ന ചേഞ്ച് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ശരിക്കും പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്പേസ് ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു എംപ്റ്റി സ്പേസ് ആണ്. ഇവിടെ ഒരു വലിയൊരു ഹാളാണ് ഈ വീട്ടുകാർക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരിതൊരു വലിയൊരു ഡൈനിങ് ഹാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഫർണിച്ചേഴ്സോ വാൾ ഡെക്കോറോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നാലും ഈ ഒരു സ്പേസ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നത് ഇവിടുത്തെ സീലിങ്ങിൻ്റെ ഡിസൈനും അതിൻ്റെ ലൈറ്റ് എഫക്റ്റും അതിൽ നൽകിയിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റിൻ്റെ എഫക്റ്റൊക്കെ കൊണ്ട് തന്നെയാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു വാളിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു TV യൂണിറ്റ് ആയിട്ട് കൂടെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മുഴുവൻ വിരിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ്. നല്ല ഭംഗിയുണ്ട്. ലൈറ്റ് വരുന്ന സമയത്ത് ഈ ഒരു മാർബിൾ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലക്ഷറി ഫീൽ നമ്മുടെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരാൻ ഈ ഒരു മാർബിൾ ഫ്ലോറിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫോയർ സ്പേസിലേക്ക് വരുന്ന സമയത്ത് വലിയ 2 പ്രൊഫൈൽ ലൈറ്റുകളും അതിനോട് ചേർന്ന് നല്ല ഭംഗിയുള്ളൊരു സീലിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻ നമുക്ക് ഇതേപോലെ മാർബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. WPC വാൾ ലൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വുഡൻ ടെക്സ്ചർ ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കോൺക്രീറ്റ് സ്റ്റെയർ കേസ് ആണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വുഡൻ ത്രെഡുകളാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിലാണ് ആ ഇൻറ്റീരിയർ മൊത്തം ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളും ടെക്സ്ചർ പെയിൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ക്യാബിനറ്റിൻ്റെ അടിയിലൊക്കെ അണ്ടർ ക്യാബിനറ്റ് ലൈറ്റുകൾ കൊടുത്തുകൊണ്ട് തന്നെ ആ ലൈറ്റ് എഫക്റ്റ് നല്ല ഭംഗിയിൽ ആ വാളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ ഒരു നിസ്കാരമുറി, ഒരു പ്രെയർ റൂം കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രെയർ റൂമിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത് UPVC ഡോറാണ്. അതിന് ഗ്ലാസ് ആണ് വരുന്നത്. ഗ്ലാസിങ്ങിൻ്റെ മുകളിൽ എച്ചിങ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഈ സ്റ്റിക്കറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എച്ചിങ് സ്റ്റിക്കർ എന്ന്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ഗ്ലാസിൻ്റെ മുകളിലേക്ക് ലാമിനേറ്റ് ഒട്ടിക്കുന്നത് പോലെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിലാണ് ഈ ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാനും ലൈറ്റും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രെയർ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഒരു ബെഡ്റൂം എൻ്റെ വലത് ഭാഗത്തും ഒരു ബെഡ്റൂം ഈ കാണുന്ന ഇടത് ഭാഗത്തും നൽകിയിരിക്കുന്നതാണ്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്കൊന്ന് പോകാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. 4 മീറ്ററാണ് ബെഡ്റൂമിന് നീളം വരുന്നത്. 3.90 വീതി വരുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള കിങ് സൈസിൽ വരുന്ന കോട്ടാണ്. അതായത് ഫിക്സഡ് എന്ന് വെച്ചാൽ ഭിത്തിയോട് ചേർത്ത് തന്നെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു കോട്ടാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്.
സൈഡ് ടേബിളിനോട് ചേർന്ന് തന്നെ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് ഇവിടെ നൽകിയിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരു റഫ് ഫിനിഷിൽ വരുന്ന ലാമിനേഷൻ നൽകിയിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. കർട്ടൻസ് എല്ലാം റോമൻ ബ്ലൈൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു കളർ തീമാണ് വാർഡ്രോബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ബോർഡർ മുകളിൽ വരുന്നു. ഡിസൈൻഡ് മൈക്കുകളാണ് ഇവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അണ്ടർ ക്യാബിനറ്റ് ലൈറ്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ബോക്സ് നൽകിയിരിക്കുന്നു. അതിൽ അത്യാവശ്യം ബുക്സുകളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാള് എം ടി ആയിട്ട് ഇടുന്നതിന് പകരം ഇതേപോലെ ഒരു വുഡൻ ബോർഡർ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗി ആ ഒരു ബോർഡർ വന്നപ്പോൾ തന്നെ ഈ റൂമിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റും അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഒക്കെ വരുന്നത്. ഒരു ഹാഫ് സൈസിൽ വരുന്ന മിറർ നൽകിയിട്ട് അതിന് LED സ്ട്രിപ്പ് ലൈറ്റ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമുകളെല്ലാം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 390 ഈ ഒരു ബെഡ്റൂമിൻ്റെ നീളം വരുന്നത്. 360 വീതി വരുന്നത്. കിങ് സൈസ് കട്ടിലാണ് നൽകിയിട്ടുള്ളത്. കട്ടിൽ ഈ ഭാഗം മൊത്തം ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഫിക്സഡ് ആയിട്ടുള്ള കട്ടിലാണ് നൽകിയിട്ടുള്ളത്. 2 സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റും ആ ഭാഗത്ത് നൽകിയിരിക്കുന്നു. കർട്ടനിലേക്ക് വരുന്ന സമയത്ത് റോമൻ ബ്ലൈൻഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വിൻഡോസ് എല്ലാം പ്ലൈവുഡ് പാനൽ ചെയ്തിട്ട് വെനീർ ചെയ്തിട്ടുണ്ട്. സീലിംഗിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് പ്ലസ് വുഡൻ കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആ ഒരു ലൂവർ പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് WPC ലൂവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു ഷെൽഫും വരുന്നുണ്ട്. ഷെൽഫിലെല്ലാം ഇതേപോലെ സ്പോട്ട് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഷെൽഫാണ്. ഈ ഭാഗത്താണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ബെഡ്റൂമിൽ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ ബെഡ്റൂമിന് അത്യാവശ്യം നല്ല സ്പേസും സൗകര്യമൊക്കെ ലഭിച്ചു. ഒരു ഒതുങ്ങിയ ഭാഗത്തേക്ക് വാർഡ്രോബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് കളറിലാണ് ഈ ഒരു വാർഡ്രോബ് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിൽ അതിന് ഹാൻഡിലും നൽകിയിരിക്കുന്നു. ഇവിടെയാണ് ഡ്രസ്സിംഗ് മിറർ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഇതാ ഈ വാളിലാണ്. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ നൽകിയിരിക്കുന്നത്. വാൾഹങ് ആയിട്ട് വരുന്ന യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ടൈലിൽ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പൊക്കെ ഇതാ ഇതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. കോഡ്സ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു ഗ്രേ ഫിനിഷ് വരുന്ന കോഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡ് ചെയ്തിട്ട് വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പേസ് ആ വുഡൻ ടെക്സ്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റും എല്ലാം ലാക്വേർഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഷൈനിങ് കൃത്യമായിട്ട് നമുക്ക് കിച്ചൺ കബോർഡുകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സിമിലർ കളർ ടോൺ യൂസ് ചെയ്തു. അതേപോലെ കോഡ്സ് കൗണ്ടർ ടോപ്പായിട്ട് വന്ന സമയത്ത് ഈ ഒരു കിച്ചൺ നല്ല എലഗൻറ്റ് സ്പേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കിച്ചണിൽ സീലിംഗ് ചെയ്തിരിക്കുന്നതും വ്യത്യസ്തമായിട്ടാണ്. 2 വുഡൻ ബോർഡർ വരുന്ന 2 സ്പേസുകൾ നൽകിയിരിക്കുന്നു. അതിൽ പ്രൊഫൈൽ ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത്. കോവ് ലൈറ്റുകൾ ചുറ്റും വരുന്ന സമയത്ത് ഫ്ലോറിങ്ങിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കൂടെ വരുന്നുണ്ട്. മാത്രമല്ല അണ്ടർ ക്യാബിനറ്റുകളുടെ അടിയിൽ ഇതേപോലെ സ്ട്രിപ്പ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. അത് ഇറ്റാലിയൻ മാർബിളിൻ്റെ മുകളിൽ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ടോൾ യൂണിറ്റുകളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതെല്ലാം ലാക്വേർഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഷോ കിച്ചനാണ്. ഇവരുടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വർക്ക് ഏരിയയിലാണ് വരുന്നത്. ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. ചെറിയ രീതിയിൽ ഫോർമലായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സിങ്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ഓപ്പൺ ബോക്സ് നൽകിയിരിക്കുന്നു. അതിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെറിയ ഭംഗിയുള്ള കുപ്പിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഒരു സ്പോട്ട് ലൈറ്റ് കൂടെ കൊടുത്ത സമയത്ത് നല്ല ഹൈലൈറ്റ് ആയിട്ട് അത് നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തും ഇതേപോലെ ബോക്സുകൾ നൽകിയിട്ട് അതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയ എങ്ങനെയാണ് എന്ന് കാണാം. വർക്ക് ഏരിയ വരുന്നത് ഈ ഭാഗത്താണ്. നല്ല ലെങ്തി ആയിട്ടാണ് ഈ വർക്ക് ഏരിയ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കോഡ്സ് തന്നെയാണ് വർക്ക് ഏരിയയിൽ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റുകളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നൽകിയിരിക്കുന്ന കേർട്ടൻസ് എല്ലാം വെനീഷ്യൻ ബ്ലൈൻഡുകളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയൊക്കെ നോക്കും ചെറിയ നല്ല ഭംഗിയുള്ള കുപ്പികളിൽ ഓരോ സാധനങ്ങൾ ഇതിങ്ങനെ ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ വീട്ടിൽ സെപ്പറേറ്റ് സ്റ്റോർ റൂമും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ വർക്ക്
വർക്ക് ഏരിയ തന്നെ നല്ല നീളത്തിൽ ഇങ്ങോട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു ഷെൽഫ് പോലെ പണിതിട്ട് അതിനകത്താണ് സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കുന്നത്. കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഫ്രിഡ്ജ് വരുന്നത് ഈ ഭാഗത്താണ്. 3 ഡോറ് വരുന്ന ഫ്രിഡ്ജാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ, വെള്ളത്തിൻ്റെ കണക്ഷനും അതേപോലെ കറണ്ടിൻ്റെ കണക്ഷനും അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മിക്സിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു പവർ സോക്കറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് വരാം. കോൺക്രീറ്റിലാണ് സ്റ്റെയർ കേസ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 1.10 സ്റ്റെയർ കേസിന് വീതി കൊടുത്തിട്ടുള്ളത്. 90 സെൻറ്റിമീറ്റർ ഒക്കെ വീതി കൊടുക്കുന്ന ആളുകളുണ്ട്. 90 സെൻറ്റിമീറ്റർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഭയങ്കര ഇടുക്കം നമുക്ക് ഫീൽ ചെയ്യും. സ്റ്റെയർ കേസ് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ 1.10 തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വുഡൻ ഫിനിഷ് ലഭിക്കാൻ വേണ്ടിയിട്ട് സോളിഡ് വുഡാണ് ഇവിടെ ത്രെഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹാൻഡ് റെയിലിൻ്റെ ഭാഗത്ത് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ കൈ പിടിക്കുന്ന ഭാഗത്ത് വുഡൻ ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്, അതിൽ റോമൻ ബ്ലൈൻഡ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഒരു വുഡൻ പാനലിംഗ് നൽകിയിട്ട് അതിൽ നിന്നാണ് ഈ ഹാങ്ങിങ് ലൈറ്റ് അങ്ങോട്ട് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ എല്ലാം വുഡൻ ഫിനിഷ് നൽകിയിരിക്കുന്നു. മാത്രമല്ല ലിവിങ് സ്പേസിൽ നൽകിയിരിക്കുന്ന ആ ഒരു ബബിൾ ഷേപ്പിൽ വരുന്ന വലിയ ഹാങ്ങിങ് ലൈറ്റ് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലിവിങ് സ്പേസിലുള്ള ഇൻറ്റീരിയറും അവിടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്ത് ഇതേപോലൊരു TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു കോർണർ ഷേപ്പ് സോഫ ഇവിടെ നൽകിയിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചാർക്കോൾ പാനലാണ് ഇതിൻ്റെ ബാക്ക് പാനലായിട്ട് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ പ്ലൈവുഡ് പാനൽ ചെയ്തിട്ട് മാറ്റ് ഫിനിഷിൽ വരുന്ന മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. അടിയിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്നത് ഇവിടെ നൽകിയിട്ടുള്ള ഫാൻസി ലൈറ്റുകളാണ്. ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിൽ ലൈറ്റുകൾക്ക് നല്ല രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. ലൈറ്റുകൾ അമിതമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഫീല് ലഭിക്കാതെയും വരും. എന്നാൽ വളരെ കറക്റ്റായിട്ടുള്ള ഭംഗിയുള്ള ലൈറ്റുകൾ മാത്രമേ ഈ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു പാസേജ് സ്പേസിൽ സീലിംഗ് കൊണ്ട് നല്ല രീതിയിൽ ഇൻറ്റീരിയർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. WPC വാൾ ലൂവേഴ്സ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്നു. ഒരു നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് ഈ വീടിൻ്റെ സീലിങ്ങുകൾ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂം, അങ്ങനെ 5 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. നമുക്ക് 3ാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. സൈസ് വരുന്നത് 3.90 നീളം വരുന്നത്, 3.60 വീതി വരുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിലാണ് നൽകിയിട്ടുള്ളത്. ഫിക്സ്ഡ് ആയിട്ട് വരുന്ന കട്ടിലാണ് നൽകിയിട്ടുള്ളത്. ഹെഡ് ബോർഡ് എല്ലാം പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതേപോലെ ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു മെറ്റൽ ആർട്ട് വാളിൽ നൽകിയിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ വരുന്നു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് റോമൻ ബ്ലൈൻഡ് ആണ് നൽകിയിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബിൻ്റെ ലാമിനേഷൻ എല്ലാം ഡിസൈനർ മൈക്ക ഉപയോഗിച്ചിട്ടാണ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. സീലിംഗിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ പ്രൊഫൈൽ ലൈറ്റുകളും ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു സീലിംഗ് ഡിസൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 4 മീറ്ററാണ് നീളം വരുന്നത്, 3.90 ഇവിടെ വീതി വരുന്നത്. കിങ് സൈസിൽ വരുന്ന കട്ടിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 2 സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഒരു ഗ്രേ ഫിനിഷാണ് ഈ ഒരു വാള് പെയിൻറ് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലോക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡും അതേപോലെ തന്നെ നോർമൽ കർട്ടനുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കർട്ടൻ നൽകുന്ന ഭാഗത്തൊക്കെ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് ഒരു പാനലിങ് ചെയ്തൊരു ബോർഡർ നൽകിയിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഡിസൈനർ മൈക്കുകളാണ് വാർഡ്രോബിലും യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പ്ലൈവുഡിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഈ ഒരു ബെഡ്റൂമിന് ഔട്ട്സൈഡിലേക്ക് ഒരു സെപ്പറേറ്റ് ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് ബാൽക്കണി സ്പേസ്. അത്യാവശ്യം വലുപ്പമുള്ള നീളത്തിലുള്ള ബാൽക്കണി സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഔട്ട്സൈഡിലേക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു വിസിബിലിറ്റിയാണ് കിട്ടുന്നതെങ്കിലും സൈഡിലേക്ക് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്സ്റ്റെയറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതൊരു മീഡിയം സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ്. 3.30 ഇതിന് നീളം വരുന്നത്, 3.30 വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ്. നോർമലായിട്ട് വലിയ രീതിയിലൊന്നും ഇൻറ്റീരിയർ ചെയ്യാതെ റെഡിമെയ്ഡ് ഫർണിച്ചേഴ്സാണ് ഈ ഒരു റൂമിൽ നൽകിയിരിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിങ്ങിൻ്റെ ഡിസൈനുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് ഈ വീട്ടിലെ ബാൽക്കണി സ്പേസ് ആണ്. നമുക്ക് ഔട്ട് സൈഡ് നോക്കുന്ന സമയത്ത് വലിയ ഓപ്പൺ ബാൽക്കണിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഒരു ചെറിയ ഭാഗം ഇതേപോലെ റൂഫ് വരുന്ന രീതിയിൽ തന്നെ ബാൽക്കണി ചെയ്തിട്ടുണ്ട്. അത് അല്പം എലവേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഔട്ട് സൈഡ് കൂടെ ഡ്രെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രം അല്പം പൊക്കിയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വുഡൻ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ടെറസിൽ യൂസ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ കാർ പോർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഹെവി ഡ്യൂട്ടി വിട്രിഫൈഡ് ടൈലുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിലുകൾ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വലിയൊരു കർട്ടൻ വാൾ വന്നിട്ടുണ്ട്. കർട്ടൻ വാൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഭിത്തിക്ക് ഗ്ലാസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ കേർട്ടൻ വാൾ എന്ന് വിളിക്കുക. മൊത്തം ഗ്ലാസ് വരുന്ന നല്ല രീതിയിൽ സൺലൈറ്റ് വീടിനകത്തേക്ക് വരുന്ന രീതിയിൽ വലിയൊരു ഗ്ലാസ് വാൾ ഇതേപോലെ ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കോഴിക്കോട് ജില്ലയിൽ പാലോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത്. ഇതിൻ്റെ ഹൗസ് ഓണർ ഗൾഫിലാണ്, അദ്ദേഹം ഫാമിലിയൊക്കെ ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് എല്ലാ വർക്കുകളും നൽകിയിട്ടുള്ളത്. ജ്യേഷ്ഠൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ നൽകാവുന്നതാണ്. ഇതേപോലെ വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വീടും ഇതേപോലെ ഇൻറ്റീരിയർ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള നല്ല കാണാൻ ഭംഗിയുള്ളൊരു വീടാണെങ്കിൽ മൈ ബെറ്റർ ഹോമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ മെയിൽ ID അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനോട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പൊതുവേ നമ്മൾ വീഡിയോസിലൊക്കെ ആളുകൾ കമൻറ്റുകളായിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് വലിയ വീടുകൾ മാത്രം നിങ്ങൾ കാണിക്കുന്നുള്ളത്. അങ്ങനെയല്ല, മൈ ബെറ്റർ ഹോം ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വീടുകൾ, നല്ല ഭംഗിയുള്ള വീടുകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതിൽ ചെറിയ വീട് വലിയ വീടെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാ വീടുകളും കാണാം, അതിൻ്റെ ഇൻറ്റീരിയർ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാം, പുതിയ മോഡലുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ട് ആളുകൾ ചോദിക്കുന്ന വിഷയമാണ് എന്തുകൊണ്ട് ബഡ്ജറ്റുകൾ പറയുന്നില്ല എന്നുള്ളത്. ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം മുമ്പോ പണി തുടങ്ങിയിട്ടുള്ളൊരു വീടിൻ്റെ ബഡ്ജറ്റ് വീഡിയോയിലൂടെ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി വരാനിരിക്കുന്ന 2 വർഷത്തേക്ക് മുമ്പുണ്ടായിരുന്ന 2 വർഷത്തെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർക്കുകളും ഞങ്ങൾ കാണിക്കുന്ന സമയത്ത് ആ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ ആ വീഡിയോടൊപ്പം നൽകാറുണ്ട്. നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ എത്രത്തോളം രൂപയ്ക്ക് അത് ചെയ്തു തീർക്കാൻ സാധിക്കുന്നുള്ള ആധികാരികമായിട്ടുള്ള വിവരം അവരുമായിട്ടുള്ള ഡിസ്കഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മൈ ബെറ്റർ ഹോമിൻ്റെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.